ഈ വീഡിയോയിൽ ഫേസ്ബുക്ക് ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഫേസ്ബുക്കിലൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം. facebook.com/ADS മാനേജർ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലാണ് എത്തുന്നത്. ഇവിടെ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ചൂസ് എ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ്. ഇത് ഓരോന്ന് എന്താണ് എന്നുള്ളത് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ഒബ്ജക്റ്റീവ്സിനും അനുസരിച്ച് നമ്മുടെ ക്യാമ്പയിനിൽ വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമാണ്. അവയർനെസ് എന്ന് പറയുന്നത് അറിയിക്കുക എന്നുള്ളതാണ്. അവയർനെസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഷോ യുവർ ആർട്സ് ടു പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു റിമെമ്പർ ദം. നമ്മുടെ ആളുകളെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചോ അറിയിക്കുക എന്നുള്ളതാണ് അവയർനെസ് എന്ന് പറയുന്നത്. ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂസ്, ഇതൊക്കെ അവയർനെസ്സിൽ വരുന്നതാണ്. നമുക്കൊരു ഫിസിക്കൽ ഷോപ്പ് ഉണ്ട് എങ്കിൽ ആ ഫിസിക്കൽ ഷോപ്പ് ഇന്ന ലൊക്കേഷനിൽ ഉണ്ട് എന്ന് ആ ലൊക്കേഷന്റെ ഇത്ര ചുറ്റളവിലുള്ള സറൗണ്ടിങ്സിലുള്ള ആളുകളെ അറിയിക്കുന്നതും അവയർനെസ് ആണ്. സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ക്യാമ്പയിൻ ആയാലും ട്രാഫിക് ക്യാമ്പയിനുകൾ, ഏത് ക്യാമ്പയിനുകളായാലും അതിന്റെ ആദ്യം അവയർനെസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തേത് ട്രാഫിക് ആണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ ആഡ് വഴി മറ്റൊരു ലൊക്കേഷനിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ട്രാഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് ചെയ്യുന്നു. ഈ ആഡ് വഴി ഒരു ലാൻഡിംഗ് പേജിലേക്കോ ഒരു വെബ്സൈറ്റിലേക്കോ ഒരു ആപ്ലിക്കേഷനിലേക്കോ ആളുകളെ എത്തിക്കുന്നതിനെയാണ് ട്രാഫിക് എന്ന് പറയുന്നത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് ഇതിലാണ് വരുന്നത്. ലാൻഡിംഗ് പേജ് വ്യൂസ് വരുന്നത് എല്ലാം ഇതിനകത്താണ്. അടുത്തത് എൻഗേജ്മെന്റ് ആണ്. ആൾക്കാരുമായി എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് ചെയ്യുമ്പോൾ മെസ്സഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സാപ്പ് വഴിയോ ആളുകൾ എൻഗേജ് ചെയ്യണം. അതായത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, തമ്പ് ചെയ്യണം, ലവ് ചിഹ്നം ചെയ്യണം. അങ്ങനെ ഇതെല്ലാം വരുന്നതിനെയാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വീഡിയോ വ്യൂസും എൻഗേജ്മെന്റിന്റെ ഉള്ളിലാണ് വരുന്നത്. പോസ്റ്റ് എൻഗേജ്മെന്റ് ഉണ്ട്, കൺവേർഷൻ എൻഗേജ്മെന്റ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് കോള് വേണമെങ്കിൽ എൻഗേജ്മെന്റിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ലീഡ്സ് ആണ്. ലീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ലീഡ്സ് എന്ന് പറയുന്നത്. ഒരാളുടെ പേര്, ഫോൺ നമ്പർ, മെയിൽ ID, അവരുടെ ലൊക്കേഷൻ, അവരുടെ ഡെസിഗ്നേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ലീഡ്സിലൂടെ കളക്ട് ചെയ്യാൻ കഴിയും. ലീഡ്സിൽ നമുക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കിൽ തന്നെ ലീഡ്സ് എടുക്കാൻ കഴിയും. ഇതിനെ ഇൻസ്റ്റന്റ് ഫോം എന്നാണ് പറയുന്നത്. മെസ്സഞ്ചറിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നമുക്ക് ലീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റും. കൺവേർഷൻ വഴി നമുക്ക് ലീഡ്സ് എടുക്കാൻ പറ്റും. അതേ സമയത്ത് തന്നെ ഡയറക്റ്റ് കോൾ വഴി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ആപ്പ് പ്രൊമോഷൻ. പുതിയ ആളുകളെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുന്നതിനോ ആണ് ആപ്പ് പ്രൊമോഷനുകൾ ഉദ്ദേശിക്കുന്നത്. ആപ്ലിക്കേഷന്റെ ഇവന്റ്സിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാം. പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം ഈ ആപ്പ് പ്രൊമോഷനിലാണ് വരുന്നത്. അടുത്തത് സെയിൽസ് ആണ്. സെയിൽസ് ആണ് ആത്യന്തികമായി നമ്മുടെ പെട്ടിയിൽ ക്യാഷ് വരുന്നത് സെയിൽസ് വഴിയാണ്. ഇപ്പൊ സെയിൽസിൽ കൺവേർഷൻ സെയിൽസ് ഉണ്ട്, കാറ്റലോഗിന്റെ സെയിൽസ് ഉണ്ട്, മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് കോള് വഴി സെയിൽസ് ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിയാൽ മാത്രമേ നമ്മുടെ ഏത് പ്രോഡക്റ്റ് ആയാലും ഏത് സർവീസ് ആയാലും റിയലി അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഫേസ്ബുക്ക് വഴി ആഡ് ചെയ്ത് ഡയറക്റ്റ് സെയിൽസ് നടത്താൻ പറ്റുന്നതാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഫണല് പോലെയാണ്. അതിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ അവയർനെസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് കൺസിഡർ ചെയ്യിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് ലീഡായിട്ട് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് സെയിലായിട്ട് കൺവേർഷൻ വരികയോ ചെയ്യുന്നത്. അപ്പൊ ഓരോ സ്റ്റെപ്പ് വഴി സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരു മൂവിക്ക് പോയി, അത് മനോഹരമായ മൂവിയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അതിന്റെ സ്റ്റാർട്ടിങ് നല്ലതായിരിക്കണം, അതിന്റെ മിഡിൽ പാർട്ട് നന്നായിരിക്കണം, അതിന്റെ ക്ലൈമാക്സ് നന്നായിരിക്കണം, നല്ല സ്ക്രീൻ പ്ലേയും നല്ല ഡയലോഗ്സും നല്ല പാട്ടും നല്ല ഫൈറ്റും നല്ല സ്റ്റോറി ഡെപ്തും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മൂവി ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതുപോലെയാണ് ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ആ ക്യാമ്പയിനിൽ എല്ലാം ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ക്യാമ്പയിനായി കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അടുത്ത വീഡിയോയിൽ ആർട്സിന്റെ നെക്സ്റ്റ് ലെവൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്.